ഹായ് ഹലോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 2023 റിലീസായിട്ടുള്ള ഒരു ഇന്തോനേഷ്യൻ ഹൊറർ മൂവിയാണ്. മൂവിയുടെ നെയിം പ്രിംബോൺ. ഈ മൂവിയുടെ ഒരു വൺലൈൻ നോക്കുകയാണെങ്കിൽ, ജാപ്പനീസുകാർ യൂസ് ചെയ്തു വരുന്ന പ്രിംബോൺ എന്ന് പറഞ്ഞ ബുക്കിലെ വിശ്വാസങ്ങളും ആചാരങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ കഥ മുന്നോട്ട് പോകുന്നത്. നമ്മുടെ കഥയിലെ ഹീറോയിൻ്റെ ഫാമിലിയും ഇതേ ബുക്ക് ഫോളോ ചെയ്യുന്ന ആളുകളാണ്. ഹീറോയിൻ ശപിക്കപ്പെട്ട ദിവസമെന്ന് അവളുടെ ഫാമിലി കരുതുന്ന ദിവസം കാടിനുള്ളിൽ വെച്ച് കാണാതാവാണ്. പിന്നീട് 7 ദിവസത്തിന് ശേഷം ഹീറോയിൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതും അവൾ വന്നതിന് ശേഷം ആ വീട്ടിനുള്ളിൽ നടക്കുന്ന അമാനുഷികമായ കാര്യങ്ങളൊക്കെയാണ് ഈ മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. മൂവിയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ മൂവിയിലേക്ക് പോവാം. മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിൽ നമ്മുടെ കഥയിലെ ഹീറോയിൻ റെനയെ കാണിക്കുകയാണ്. അവളൊരു വീഡിയോ എടുത്തുകൊണ്ട് അവളുടെ ഫ്രണ്ടായ ജാനുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട്, എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്, അതിനുവേണ്ടി ഒരു ഗിഫ്റ്റ് റെഡിയാക്കണം, അതിന് ഞാൻ കാട്ടിലേക്ക് പോവാണ്, നീ എൻ്റെ കൂടെ വരാമോ എന്ന് ചോദിക്കുകയാണ്. ഞാൻ അച്ഛനോട് പെർമിഷൻ ചോദിച്ചിട്ടുണ്ടെന്ന് കൂടി പറയുമ്പോൾ ജാനുവും അവളുടെ കൂടെ പോകാനായിട്ട് തയ്യാറാവുകയാണ്. ആ സീൻ അവിടെ വെച്ച് അവസാനിക്കുകയാണ്. അടുത്ത സീനിൽ കാട്ടിൽ പോയ ഹീറോയിനെ കാണാതായിട്ട് അവിടെയുള്ള എല്ലാവരും അവളെ അന്വേഷിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. കുറേയധികം അന്വേഷിച്ചിട്ടും ഹീറോയിനെ കണ്ടെത്താനായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ മകള് ഒരാപത്തുമില്ലാതെ തന്നെ തിരിച്ചു വരും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഞങ്ങളെ വന്ന് ഹെൽപ്പ് ചെയ്ത എല്ലാവർക്കും നന്ദി എന്ന് അവളുടെ അച്ഛനും ആളുകളോടെല്ലാം വന്ന് പറയുന്നതായിട്ടും കാണിക്കുകയാണ്. ആ കൂടി നിൽക്കുന്ന ആളുകളുടെ ഇടയിലായിട്ട് ഹീറോയിൻ്റെ ഒപ്പം കാട്ടിലേക്ക് പോയ ജാനുവിനെ കാണിക്കുകയാണ്. ഹീറോയിൻ മാത്രമാണ് കാട്ടിൽ മിസ്സായിട്ടുണ്ടായിരുന്നത്. ജാനു ഒരാപത്തും ഇല്ലാതെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ടായിരുന്നു. അവനെ കാണിക്കുമ്പോൾ അവൻ വല്ലാതെ ഷോക്കായി നിൽക്കുന്നതായിട്ടും കാണിക്കുകയാണ്. ഹീറോയിനെ കാണാതായിട്ട് ഒരാഴ്ചയാവുകയാണ്. ഇതുവരെയും അവളെ കണ്ടുപിടിക്കാനും കഴിയാത്ത കാരണം അവൾ മരിച്ചും തന്നെ തീരുമാനിക്കുകയാണ്. അതിനുവേണ്ട ചടങ്ങുകളും നടത്തുകയാണ്. ചടങ്ങുകളെല്ലാം കഴിഞ്ഞിട്ട് ആളുകളെല്ലാം പോകുന്നതായിട്ട് കാണിക്കുകയാണ്. ഹീറോയിൻ്റെ അമ്മയെ കാണിക്കുമ്പോൾ ഹീറോയിൻ കാണാതായ ദിവസം അമ്മയോട് പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ട് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്, ഇന്ന് നിൻ്റെ എല്ലാ ജോലിയും മാറ്റി വെക്കണമെന്ന് അമ്മ പറയുമ്പോൾ അമ്മ ബർത്ത്ഡേ ക്യാൻഡിൽ ഊതുന്നതിന് മുമ്പായിട്ട് ഞാൻ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ടാണ് അവൾ വീട്ടിൽ നിന്ന് പോയത്. ഇതെല്ലാം ആലോചിച്ചിട്ട് അവർ വിഷമിച്ചിരിക്കുന്നതായിട്ടും കാണിക്കുകയാണ്. അടുത്തതായിട്ട് വീടിനുള്ളിൽ കാണിക്കുകയാണ്. ഹീറോയിന് അച്ഛനും അമ്മയും ഒരു അനുജത്തിയാണ് ഉള്ളത്. പിന്നെ അവൾക്ക് 3 ആൻറ്റിമാരുണ്ട്. മൂത്ത ആൻറ്റിയുടെ പേര് നൂറ്, രണ്ടാമത്തെ ആൻറ്റിയുടെ പേര് ശ്രീ ആൻറ്റിക്ക് ഹസ്ബൻഡ് ഉണ്ട്, മൂന്നാമത്തെ ആൻറ്റി നിക്ക്. ഈ 3 ആൻറ്റിമാരും കൂടിയിട്ട് ഭയങ്കര വലിയ ഡിസ്കഷനൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ മരിച്ചത് ഏത് ദിവസമായിരിക്കും, ഏത് ദിവസമാണ് നമ്മൾ അവളുടെ ഡേറ്റ് ആയിട്ട് എടുക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ്റെ മൂത്ത ആൻറ്റി പറയുകയാണ്, ഹീറോയിനെ കാണാതായ ദിവസം നമുക്ക് അവൾ മരിച്ച ദിവസമായിട്ട് എടുക്കണ്ട, കാരണം അതൊരു ശപിക്കപ്പെട്ട ദിവസമാണ്. ഇതൊക്കെ കേട്ടുകൊണ്ട് അകത്തേക്ക് വരുന്ന അമ്മയ്ക്ക് വല്ലാതെ ദേഷ്യമാവാണ്. കാരണം അമ്മയ്ക്കും അച്ഛനൊന്നും ഈ വിശ്വാസങ്ങളൊന്നും വലിയ താല്പര്യമില്ല. ഇവർ പറഞ്ഞ കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. ഈ ആൻറ്റിമാരൊക്കെ പ്രിംബോൺ ബുക്കിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമ്മ ദേഷ്യത്തിൽ എൻ്റെ മകളുടെ ബോഡി പോലും ഇതുവരെയും കിട്ടിയിട്ടില്ല, അപ്പോഴേക്കും നിങ്ങൾ അവൾ മരിച്ച ദിവസം വരെ ഡിസൈഡ് ചെയ്താൽ തുടങ്ങിയില്ലേ എന്ന് പറയാണ്. ഇപ്പം നീ എന്തിനാ ദേഷ്യപ്പെടണേ, അവളെ പുറത്തേക്ക് വിടരുതെന്ന് നിന്നോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും കേൾക്കാതെ നീ അവളെ പുറത്തേക്ക് വിട്ടിട്ട് ഇപ്പോൾ ദേഷ്യപ്പെട്ടിട്ട് എന്താ കാര്യം? ഞങ്ങൾ പറയണത് എന്തെങ്കിലും നീ വിശ്വസിക്കുമോ? നിനക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ ചെയ്തിട്ട് ഇപ്പോൾ നിൻ്റെ മകളെ നീ കൊണ്ടുപോയി നഷ്ടപ്പെടുത്തിയെന്ന് പറയാണ്. നിങ്ങൾ പറയണ കാര്യങ്ങളൊന്നും എനിക്ക് ഒരു വിശ്വാസമില്ല എന്ന് അമ്മയും പറയാണ്. എൻ്റെ മകൾ എങ്ങനെയെങ്കിലും ഒന്ന് തിരിച്ചു വന്നാൽ മാത്രം മതി എന്ന് അവരും പറയാണ്. ഇതേ ടൈമിൽ തന്നെ വാതിലാരും തട്ടണ സൗണ്ട് കേൾക്കുകയാണ്. എല്ലാവരും ഒന്ന് പേടിക്കുന്നുണ്ട്. അമ്മ പറയാണ്, എൻ്റെ മകളായിരിക്കും അതെന്ന് പറഞ്ഞിട്ട് അവർ വാതിൽ തുറക്കാൻ പോവാണ്. ബാക്കി എല്ലാവരും ഷോക്കായിട്ട് എന്താ നടക്കാൻ പോകണമെന്ന് നോക്കി നിൽക്കുകയാണ്. അമ്മ പോയിട്ട് വാതിൽ തുറന്നതും സത്യത്തിൽ അവിടെ വന്നിട്ടുണ്ടായിരുന്നത് ഹീറോയിൻ തന്നെയായിരുന്നു. ബാക്കി എല്ലാവരും ഷോക്കാവുകയാണ്. അമ്മ മാത്രം കരഞ്ഞുകൊണ്ട് അവളെ പോയിട്ട് കെട്ടിപ്പിടിക്കുകയാണ്. കുറച്ച് നേരത്തിന് ശേഷം അച്ഛനും വന്നിട്ട് അവളെ ചേർത്ത് പിടിക്കുകയാണ്. ഹീറോയിൻ മഴ നനഞ്ഞു വന്ന കാരണം അമ്മ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവാണ്. ഇതേ സമയത്ത് ഹീറോയിൻ്റെ ആൻറ്റിമാരെ പിന്നെയും കാണിക്കുകയാണ്. അവർ പിന്നെയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക, എങ്ങനെയായിരിക്കും അവൾ തിരിച്ചു വന്നതെന്ന് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. നിന്റെ മകളെ എന്തെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ അവൾ ഒരു ആപത്തുമില്ലാതെ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്, പിന്നെ എന്താന്ന് ചോദിക്കുകയാണ്. എന്നാലും 7 ദിവസം കഴിഞ്ഞിട്ടാണ് അവൾ വന്നിരിക്കുന്നത്. 7 ദിവസം കഴിഞ്ഞിട്ട് അവൾ എങ്ങനെ ജീവനോടെ വന്നെന്ന് ചോദിക്കുമ്പോൾ എത്ര ദിവസം കഴിഞ്ഞാൽ ഇപ്പം എന്താ, അവൾ നന്നായിട്ട് തന്നെ വന്നില്ലേ എന്ന് അച്ഛനും പറയാണ്. അവൾ നന്നായിട്ട് തന്നെയാണോ ഇരിക്കണത്, അവളുടെ കാല് തറയിൽ മുട്ടുന്നുണ്ടോ, അത് നീ നോക്കിയോ എന്ന് ആൻറ്റി ചോദിക്കുകയാണ്. ഈ സമയത്ത് അങ്ങോട്ട് വന്ന ഹീറോയിൻ്റെ അമ്മ ദേഷ്യത്തിൽ വാതിൽ വലിച്ചടച്ചിട്ട് പോകുന്നതായിട്ടും കാണിക്കുകയാണ്. അടുത്തായിട്ട് ഹീറോയിൻ്റെ അടുത്തിരിക്കുന്ന അമ്മയെയും അനിയത്തിയെയാണ് കാണിക്കുന്നത്. ഹീറോയിൻ അമ്മയോട് മാപ്പൊക്കെ ചോദിക്കുകയാണ്. നീ എന്തിനാ മോളെ മാപ്പ് പറയണേ, ഒരാപത്തില്ലാതെ നീ തിരിച്ചു വന്നില്ലേ എന്ന് അമ്മയും പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുകയാണ്. വെളിയിൽ ഹീറോയിൻ്റെ ആൻറ്റിമാരെല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഈ സമയത്ത് ഹീറോയിൻ്റെ മൂത്ത ആൻറ്റിക്ക് ഒരു കുരുവി കരയുന്ന സൗണ്ട് കേൾക്കുകയാണ്. എല്ലാവരോടായിട്ട് അവർ നിൽക്കാനായിട്ട് പറയാണ്. അവരുടെ ഫേസിൽ അവർക്ക് എന്തൊക്കെയോ മനസ്സിലായ പോലെ എന്തോ ഒരു ഭയവും കാണിക്കുകയാണ്.
അടുത്തായിട്ട് ഹീറോയിൻ്റെ അമ്മ ബെഡ്ഷീറ്റ് എല്ലാം വിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അനിയത്തി വന്നിട്ട് ചേച്ചി എവിടെയും ചോദിക്കുകയാണ്. ചേച്ചി കുളിക്കുകയാണ്. ഈ ടവല് കൊണ്ടുപോയി കൊടുക്കാനായിട്ട് അനിയത്തിയോട് പറയാണ്. അവള് ചേച്ചീനെ പോയിട്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ്റെ ഒരനക്കവും കേൾക്കാതെ ആവുമ്പോൾ അവള് ബാത്റൂമിൻ്റെ അടിയിലൂടെ കുനിഞ്ഞു നോക്കുകയാണ്. ഹീറോയിൻ്റെ കാല് കാണാതെ ആവുമ്പോൾ അവളൊന്ന് ഷോക്കാവാണ്. ചെറിയൊരു പേടിയോടെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അനിയത്തിയാണെങ്കിൽ പേടിച്ചു പോവാണ്. ഹീറോയിൻ വാതിൽ തുറന്ന് പുറത്തേക്ക് വരികയാണ്. ചേച്ചി ഇപ്പം എന്താ കാണിച്ചത്? ചേച്ചി തമാശ കളിക്കില്ല, ഞാൻ പേടിച്ചു പോയിന്ന് അനിയത്തി പറയുമ്പോൾ ഹീറോയിൻ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. അടുത്തായിട്ട് അച്ഛനും അമ്മയും ചേർന്ന് ഫുഡൊക്കെ റെഡിയാക്കണതായിട്ട് കാണിക്കുകയാണ്. ഞാനൊരു ഡോക്ടറെ കൂട്ടിക്കൊണ്ടുവരാമെന്ന് അച്ഛൻ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല, അവൾക്ക് ഇപ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ എന്ന് അമ്മയും പറയാണ്. എൻ്റെ ചേച്ചി കുറച്ച് കെയർഫുൾ ആയിട്ട് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടറിനെ കാണുന്നതിൽ ഒരു കുഴപ്പമില്ല എന്ന് അച്ഛൻ പറയുമ്പോൾ നിങ്ങളുടെ സിസ്റ്റേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ട് നിങ്ങളുടെ മനസ്സിലെ വിഷം കുത്തിവെച്ചേക്കാണ്. ഇതിനെല്ലാം ഒരേ ഒരു കാരണം ആ പ്രിംബോൺ ബുക്കാണ്. അവര് അതിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ കണ്ണടച്ച് വിശ്വസിച്ചേക്കാണ്. അതുകൊണ്ടാണ് ഇതുപോലെയൊക്കെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കണേന്ന് പറഞ്ഞിട്ട് അമ്മ ദേഷ്യപ്പെടുകയാണ്. നിനക്കിഷ്ടമില്ലെങ്കിൽ വേണ്ട, അത് വിട്ടേക്കെന്ന് അച്ഛൻ പറയുമ്പോൾ അമ്മ അവിടുന്ന് ദേഷ്യത്തിൽ എഴുന്നേറ്റ് പോവാണ്. ഇതെല്ലാം റൂമിലുള്ള ഹീറോയിൻ്റെ അനിയത്തി കേൾക്കുകയാണ്. ഹീറോയിൻ്റെ അടുത്തേക്ക് പോയിട്ട് നീ കാണാതായത് മുതൽ അച്ഛനും അമ്മയും എപ്പോഴും ഇങ്ങനെയാണ്, എപ്പോഴും ഇങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പറയാണ്. നീ കാണാതായ ദിവസം അമ്മയ്ക്ക് ഗിഫ്റ്റ് റെഡിയാക്കാൻ വേണ്ടിയിട്ടല്ലേ പോയത്, ആ ഗിഫ്റ്റ് എവിടെയെന്ന് അനിയത്തി ചോദിക്കുമ്പോൾ ഹീറോയിൻ ഒന്നും തന്നെ മറുപടി പറയാതെ ഇരിക്കുകയാണ്. ശരി, നീ ടയേർഡായിരിക്കും, റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അനിയത്തിയും ഉറങ്ങാനായിട്ട് കിടക്കുകയാണ്. ഞങ്ങളെല്ലാവരും നീ വരുന്ന് ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല, പക്ഷേ അമ്മ മാത്രമാണ് നീ വരുന്ന് ഉറച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നീ വന്നതിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞുകൊണ്ട് അവിടെ തിരിഞ്ഞ് കിടക്കുകയാണ്. ഈ സമയത്ത് അവളുടെ കയ്യിലായിട്ട് ഒരു കൈ പിടിക്കണതായിട്ട് കാണിക്കുകയാണ്. അതൊരു ഗോസ്റ്റിൻ്റെ കൈ പോലെയാണ് ഉണ്ടായിരുന്നത്. അനിയത്തിയാണെങ്കിൽ അതൊന്നും ശ്രദ്ധിച്ചിരുന്നില്ല. ഹീറോയിൻ ആയിരിക്കുമെന്ന് കരുതിയിട്ട് അവളും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ അച്ഛൻ്റെ കൂടെ മാത്രമേ പാട്ട് പാടുള്ളൂ, എൻ്റെ ഒപ്പം പാട്ട് പാടില്ലെന്ന് ചോദിക്കുമ്പോൾ ആ കൈ പതിയെ അവിടുന്ന് എടുത്തു മാറുന്നതായിട്ട് കാണിക്കുകയാണ്. അനിയത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ഹീറോയിൻ അവളുടെ ബെഡിൽ അങ്ങോട്ട് തിരിഞ്ഞാണ് കിടക്കുന്നത്. ഇത് കണ്ട് അനിയത്തിയും ഷോക്കായിട്ട് എഴുന്നേറ്റിരിക്കുകയാണ്. അടുത്ത സീനിൽ അച്ഛൻ ജോലിക്ക് പോകാനായിട്ട് ഒരുങ്ങുകയാണ്. അച്ഛൻ്റെ ജോലി മീൻ വിൽക്കണ ജോലിയാണ്. ഹീറോയിൻ അവിടെ ഇരുന്ന് ന്യൂഡിൽസ് തിന്നണതായിട്ടും കാണിക്കുന്നുണ്ട്. നിനക്ക് രാവിലെ തന്നെ വിശന്ന മോളെ, അമ്മയോട് നിനക്ക് ഇഷ്ടപ്പെട്ട സ്നാക്സ് ഒക്കെ വാങ്ങി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്, പുതിയ ബ്രാൻഡൊക്കെ വന്നിട്ടുണ്ട്, ഞാൻ വൈകിട്ട് വരുമ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ടുവരാമെന്ന് അച്ഛൻ പറയാണ്. ഹീറോയിൻ ആണെങ്കിൽ ഒരക്ഷരം പോലും തിരിച്ചു പറയാതെ കഴിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ഇന്ന് നിന്നെ കാണാനായിട്ട് ഒരു ഡോക്ടറോട് വരാൻ പറയാനായിട്ട് വിചാരിക്കുകയാണെന്ന് പറഞ്ഞിട്ട് അച്ഛൻ തിരിഞ്ഞു നോക്കുമ്പോൾ ഹീറോയിനെ അവിടെ കാണാതാവുകയാണ്. ഇവളെന്താ ഇങ്ങനെ വ്യത്യാസമായി പെരുമാറുന്നെന്ന് ചിന്തിച്ചിട്ട് അച്ഛനും അവിടെ നിന്ന് വണ്ടി എടുത്ത് പോകുമ്പോൾ ഹീറോയിൻ അച്ഛനെ നോക്കിക്കൊണ്ട് പുറകിലായിട്ട് നിൽക്കുന്നതായിട്ട് നമുക്ക് കാണിക്കുകയാണ്. ഹീറോയിൻ്റെ അച്ഛൻ മാർക്കറ്റിൽ വന്നിട്ട് മീനെല്ലാം എടുത്ത് വെച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ഈ സമയത്ത് ഹീറോയിൻ്റെ ഓർമ്മകളാണ് അയാൾക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഹീറോയിനെ കാണാതായ അന്ന് അവൾ കാട്ടിലേക്ക് പോകാനായിട്ട് അച്ഛനോട് പെർമിഷൻ ചോദിക്കാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നിന്റെ ആൻറ്റി ഇന്ന് കാട്ടിൽ പോകണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്ന് അച്ഛൻ പറയാണ്. എൻ്റെ കൂടെ ജാനു വരുന്നുണ്ട്, അവനെന്ന് നോക്കിക്കൊടുന്ന് ഹീറോയിൻ പറയാണ്. എന്തു പറഞ്ഞിട്ടും അച്ഛൻ സമ്മതിക്കാതെ ആകുമ്പോൾ ഞാൻ അച്ഛൻ്റെ കൂടെ മാർക്കറ്റിലേക്ക് വന്നിട്ട് അച്ഛനെ സഹായിച്ചു തരാം, പ്ലീസ് അച്ഛൻ, ഞാൻ ഇന്ന് ഒരു ദിവസം കാട്ടിൽ പൊക്കോട്ടെ എന്ന് ഹീറോയിൻ പറയുമ്പോൾ ശരി പൊക്കോ, ശ്രദ്ധിച്ചു പോകണമെന്ന് പറഞ്ഞിട്ട് അച്ഛനും സമ്മതിക്കുകയാണ്. ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞിട്ട് കടയിൽ കാണിക്കുകയാണ്. ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ജോലി ചെയ്താൽ മീൻ വെട്ടുന്നതിന് പകരം നീ നിന്റെ കൈ വെട്ടുന്ന അടുത്തുള്ള കടക്കാരൻ പറയാണ്. ആ കടക്കാരനാണ് ഹീറോയിൻ്റെ രണ്ടാമത്തെ ആൻറ്റി സ്ത്രീയുടെ ഹസ്ബൻഡ്. ഹീറോയിൻ എങ്ങനെയുണ്ടെന്ന് അയാൾ ചോദിക്കുമ്പോൾ അവൾക്ക് ശരീരത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ മനസ്സ് ശരിയല്ല എന്ന് തോന്നുന്നു അച്ഛൻ പറയാണ്. നിന്റെ സിസ്റ്റേഴ്സ് എല്ലാം കൂടി ചേർന്നിട്ട് അവൾ ഗോസ്റ്റ് ആണെന്ന് പറയുമ്പോൾ അവളുടെ മനസ്സ് എങ്ങനെ നന്നായിരിക്കും? നിന്റെ അമ്മ ജീവനോട് ഉള്ളപ്പോൾ തന്നെ നീ മീൻ പിടിക്കാൻ പോകണമെങ്കിൽ ഏത് ദിവസം നല്ലത് ഏത് ദിവസം പൊട്ടാന്ന് നോക്കിയിട്ടാണ് നിന്നെ പുറത്തേക്ക് വിട്ടിരുന്നത്. ശരിയാണ്, എൻ്റെ വൈഫിനെ കല്യാണം കഴിക്കാൻ തന്നെ ഞാൻ എന്തെല്ലാം സഹിച്ചു. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അമ്മയും മരിച്ചുപോയി, പിന്നെ എൻ്റെ സിസ്റ്റേഴ്സിനെ പറ്റി പറയണ്ടല്ലോ എന്ന് അച്ഛനും പറയാണ്. അതൊക്കെ പോട്ടെ, നീ നാളെ അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഹീറോയിൻ്റെ അങ്കിള് പറയാണ്. എല്ലാവരോടും കൂടെ ഒന്ന് ഇടപഴകുമ്പോൾ അവൾ ഓക്കെ ആയിക്കോളെന്ന് പറയാണ്. ഹീറോയിൻ്റെ അച്ഛനും അതിന് ഓക്കെ പറയാണ്. അടുത്ത സീനിൽ ജാനുവിനെയാണ് കാണിക്കുന്നത്. അവൻ പേടിച്ചിട്ട് വേഗത്തിൽ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ഹീറോയിൻ്റെ അനിയത്തി അങ്ങോട്ട് വരുന്നുണ്ട്. അവനോട് ചേച്ചി തിരിച്ചു വന്നു, നീ എന്താ അവളെ കാണാൻ വരാത്തതെന്ന് ചോദിക്കുമ്പോൾ അവൾ തിരിച്ചു വരാനായിട്ട് ഒരു സാധ്യതയില്ല എന്ന് അവനും പറയാണ്. എന്നിട്ട് അവൻ അവിടെ നിന്ന് വേഗം ഓടിപ്പോവാണ്. അവൻ എന്തിനെയെല്ലാമോ വല്ലാതെ ഭയപ്പെടുന്നുണ്ട്. അത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അടുത്ത സീനിൽ അമ്മ ഹീറോയിൻ ഇഷ്ടപ്പെട്ട എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ട് സാധനങ്ങൾ വാങ്ങാനായിട്ട് മാർക്കറ്റിലേക്ക് വന്നേക്കാണ്. അവിടെയുള്ള ആളുകളെല്ലാം കൂടി ചേർന്നിട്ട് നിന്റെ മകൾ ശരിക്കും തിരിച്ചു വന്നതാണോ അല്ലെങ്കിൽ അവൾ ഗോസ്റ്റ് ആണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മരിച്ചുപോയവരുടെ ആത്മാവ് 40 ദിവസം വരെ ആ വീടിന് ചുറ്റുമുണ്ടായിരിക്കുന്നു പറയാണ്. ഹീറോയിൻ്റെ അമ്മ സാധനങ്ങൾ വാങ്ങുന്ന കടയുടമ പറയാണ്, അവരുടെ അടുത്തുള്ള വീട്ടിലെ സ്ത്രീയുടെ വീട്ടിൽ ഒരു പാത്രം നിലത്ത് വീണു, അടുത്ത ദിവസം തന്നെ ആ സ്ത്രീ മരിച്ചുപോയെന്ന് പറയാണ്.
ഇതേ സമയം ഒരു പാത്രം വീഴുന്ന സൗണ്ട് കേൾക്കുകയാണ്. അവിടെ കൂടെ നിന്ന സ്ത്രീകളൊക്കെ പറയാണ്, ഇതുപോലെ പാത്രം വീണ ആ പാത്രത്തിൻ്റെ ഉടമ ആരാണെങ്കിലും അവർ മരിച്ചു പോകുമെന്നും പറയാണ്. ഇത് കേട്ടതും ആ കടക്കാരി ഒന്ന് ഷോക്കാവാണ്. കാരണം അവരുടെ കടയിലെ പാത്രമായിരുന്നു വീണിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ എന്താണ് അറിയേണ്ടത്? എൻ്റെ മകൾക്ക് ഒരു കുഴപ്പമില്ല. ഈ പാത്രം വീണതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ അത് ഞാൻ വാങ്ങിക്കോളാമെന്ന് ഹീറോയിൻ്റെ അമ്മയും പറയാണ്. അവിടെയുള്ള സ്ത്രീകളെല്ലാം കൂടി ചേർന്നിട്ട്, നീ കൂടുതലൊന്നും പറയണ്ട, നിന്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്റേഴ്സ് വരെ നിന്റെ മകള് ഗോസ്റ്റ് ആണ് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടിട്ട് അമ്മയും എനിക്കൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാനായിട്ട് തുടങ്ങുകയാണ്. അച്ഛൻ അങ്ങോട്ട് വരുന്നുണ്ട്. എല്ലാവരോടുമായിട്ട് അയാൾ പറയാണ്, എൻ്റെ മകള് നന്നായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് നോക്കാനായിട്ട് പറയാണ്. അമ്മയെയും കൂട്ടിക്കൊണ്ട് ആളവിടുന്ന് പോവാണ്. നീ എന്തിനിപ്പോൾ മാർക്കറ്റിലേക്കൊക്കെ വന്നത്? എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ വാങ്ങിക്കൊണ്ട് വരില്ലേ എന്ന് പറയുമ്പോൾ അവൾ വീട്ടിൽ ഉറങ്ങുകയാണ്. അവൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടാണ് ഞാൻ വന്നതെന്ന് അമ്മയും പറയാണ്. അപ്പം മോള് ഒറ്റയ്ക്കാണോ വീട്ടിൽ? അച്ഛനും ചോദിക്കുകയാണ്. അതെ, നിങ്ങൾ പോയിട്ട് അവളോടൊപ്പം ഇരിക്കുക, ഞാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം. പിന്നെ പോകുമ്പോൾ അവൾ കഴിക്കാനായിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ വാങ്ങിക്കൊണ്ട് പൊക്കോളൂ എന്ന് അമ്മയും പറയാണ്. അടുത്ത സീനിൽ ഹീറോയിന്റെ മൂത്ത ആന്റിയെ കാണിക്കുകയാണ്. അവര് പ്രിംബോൺ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അവിടേക്ക് ഹീറോയിന്റെ മൂന്നാമത്തെ ആന്റി ഒരു പാത്രത്തിൽ കുറച്ച് പൂക്കളൊക്കെ എടുത്തുകൊണ്ട് വരികയാണ്. ഇത് ഹീറോയിന്റെ രക്ഷയ്ക്കായിട്ട് അവളുടെ റൂമിൽ വെക്കാൻ പോവാണെന്ന് പറയാണ്. ഈ പൂക്കൾ വാടി പോവാണെങ്കിൽ അവളൊരു മനുഷ്യനല്ല എന്ന് നമുക്ക് ഉറപ്പിക്കാമെന്ന് മൂത്ത ആന്റിയും പറയാണ്. മൂന്നാമത്തെ ആന്റി ഹീറോയിന്റെ വീട്ടിലേക്ക് ആ പൂക്കളുമായിട്ട് പോവാണ്. വീട്ടിലാണെങ്കിൽ ആരുമില്ല. ഹീറോയിൻ്റെ അച്ഛനും അമ്മയും മാർക്കറ്റിൽ പോയിട്ട് ഇതുവരേക്കും തിരിച്ചു വന്നിട്ടുമില്ല. അവര് പുറകിലെ ഡോർ തുറന്ന് അകത്ത് കയറിയിട്ട് ഹീറോയിൻ്റെ റൂമിൽ പോവാണ്. അകത്ത് ഹീറോയിൻ ഉണ്ടായിരുന്നില്ല. അവർക്ക് കുറച്ച് സമാധാനമാവാണ്. അവര് ബെഡിനടിയിൽ ആ പൂക്കൾ വെച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഹീറോയിൻ വന്നിട്ട് ആൻറ്റീന്ന് വിളിക്കുകയാണ്. അവരൊന്ന് ഭയന്ന് പോവാണ്. ഹീറോയിൻ ആണെങ്കിൽ കാഷ്വലായിട്ട് ഒരു ചീപ്പൊക്കെ എടുത്തിട്ട്, എൻ്റെ മുടി ചീകണത് ആൻറ്റിക്ക് ഇഷ്ടമല്ലേ, എൻ്റെ മുടി ഒന്ന് ചീകി തരാനായിട്ട് പറയാണ്. ആൻറ്റിയും പേടിയോട് കൂടിയിട്ട് അവളുടെ തല ചീകിക്കൊണ്ടിരിക്കുകയാണ്. മൂത്ത ആൻറ്റി നൂറ്, നിങ്ങൾക്ക് പ്രിംബോൺ ബുക്കിലെ സ്റ്റോറിയൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, എന്നെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയാനായിട്ട് ഹീറോയിൻ ആവശ്യപ്പെടുകയാണ്. നീ ഒരു ശനിയാഴ്ച ദിവസമാണ് ജനിച്ചത്. അത് ഭൂമിയെ വല്ലാതെ സ്വാധീനിച്ച ഒരു ദിവസമായിരുന്നു. അതുകൊണ്ട് നീ ഒരു സ്പെഷ്യൽ ഗേൾ ആണെന്ന് ആൻറ്റി പറയാണ്. അതിനുശേഷം ആൻറ്റി അവളുടെ മുടി കെട്ടിവെക്കാനായിട്ട് പോവാണ്. അവളുടെ തലയിലേക്ക് നോക്കുമ്പോൾ കുറേയധികം പുഴുക്കളെ കാണുകയാണ്. ഇത് കണ്ട് അവരും ഭയന്നു പോവാണ്. എന്തു പറ്റി ആൻറ്റി എന്ന് ഹീറോയിനും ഒന്നും തന്നെ സംഭവിക്കാത്ത പോലെ ചോദിക്കുകയാണ്. ആൻറ്റിയും ഒന്നും മിണ്ടാതെ തന്നെ പുറത്തേക്ക് ഇറങ്ങി ഓടുകയാണ്. ആൻറ്റി പോയി കഴിയുമ്പോൾ ഹീറോയിനും വല്ലാതെ ഒരു ചിരി ചിരിക്കുകയാണ്. ആൻറ്റി കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് ഓടി വന്നിട്ട് രണ്ടാമത്തെ ആൻറ്റി ശ്രീയോട് കാര്യങ്ങൾ പറയാണ്. ഹീറോയിനെ കാണാതായ അന്നു മുതൽ ആ വീടിന് മുന്നിൽ ഒരു കുരുവി ഇരുന്ന് കരയണതായിട്ട് നീ കണ്ടോ? നീ അത് ശ്രദ്ധിച്ചോ എന്ന് ശ്രീ ആൻറ്റിയോട് ചോദിക്കുകയാണ്. അതിനർത്ഥം ആ വീട്ടിൽ ഒരു മരണം നടന്നു എന്നാണ്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അവൾ മരിച്ചെങ്കിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ആരാണ്? ഇപ്പോൾ അവൾ ജീവനോട് തന്നെയല്ലേ വന്നു നിൽക്കണമെന്ന് ശ്രീ ആൻറ്റിയും പറയാണ്. പെട്ടെന്ന് കതക് തട്ടുന്ന സൗണ്ട് കേൾക്കുകയാണ്. അവർ ഷോക്കാവുകയാണ്. അവിടെ വന്നിട്ടുണ്ടായിരുന്നത് ശ്രീയുടെ ഹസ്ബൻഡായിരുന്നു. എന്തു പറ്റിയെന്ന് അയാൾ ചോദിക്കുമ്പോൾ തിരിച്ചു വന്നിരിക്കുന്നത് ശരിക്കും ഹീറോയിൻ തന്നെയാണോ, അല്ലെങ്കിൽ അതൊരു ഗോസ്റ്റ് ആണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഫ്രഷ് പൂവ് കൊണ്ടുപോയിട്ട് അവളുടെ കട്ടിലിനടിയിൽ വെക്കാനായിട്ട് ഇവള് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് ഹീറോയിനെ കണ്ട് ഭയപ്പെട്ടു എന്നും പറയാണ്. നിങ്ങളാദ്യം അവിടെ കൊണ്ടുവച്ച പൂവ് പോയി എടുത്തുകൊണ്ട് വാ, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം അവൾ ശരിക്കും മനുഷ്യനാണോ അല്ലെങ്കിൽ ഒരു ഗോസ്റ്റ് ആണോ എന്നു പറഞ്ഞിട്ട് അങ്കിള് അവിടെ നിന്ന് പോവാണ്. അടുത്ത സീനിൽ ലൈബ്രറിയിൽ ജാനുവിനെ കാണിക്കുകയാണ്. അവിടെയുള്ള എല്ലാ കുട്ടികളും അവിടെ നിന്ന് പോവാണ്. പക്ഷേ അവൻ മാത്രം ബുക്കും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടിവിടുന്ന സൗണ്ട് കേൾക്കുകയാണ്. ജാനു ഒന്ന് ഷോക്കാവാണ്. മിന്നൽ വെളിച്ചത്തിൽ ഹീറോയിൻ അവന് പുറകിലായി നിൽക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അവനും അവന് പുറകിലായിട്ട് ആരോ ഉള്ളതായിട്ട് ഫീൽ ചെയ്യാണ്. ഹീറോയിൻ അവൻ്റെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുകയാണ്. അവൻ ഭയത്തോടെ തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഹീറോയിനെ കാണാതാവുകയാണ്. അവനും സമാധാനിക്കുകയാണ്. പക്ഷേ അവൻ്റെ തൊട്ടടുത്തായിട്ട് ഹീറോയിൻ നിൽക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അവനും പേടിച്ചിട്ട് കണ്ണുകൾ അടച്ചു പിടിക്കുകയാണ്. പിന്നെയും അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ഹീറോയിനെ അവിടെ കാണാതാവുകയാണ്. ജീവൻ മതിയെന്ന് പറഞ്ഞിട്ട് ബുക്ക് എടുത്തുകൊണ്ട് ജാനു അവിടുന്ന് വേഗം തന്നെ പോവാണ്. അടുത്ത സീനിൽ മൂത്ത ആൻറ്റി ഉറങ്ങണതായിട്ട് കാണിക്കുകയാണ്. രണ്ടാമത്തെ ആൻറ്റി ശ്രീയും ഹസ്ബൻഡും കൂടി റൂമിൽ ഉറങ്ങണതായിട്ടും കാണിക്കുന്നുണ്ട്. മൂന്നാമത്തെ ആൻറ്റി ആണെങ്കിൽ ബുക്കും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന ആൻറ്റിയുടെ അടുത്തായിട്ട് ഒരു ഗോസ്റ്റ് വന്ന് നിൽക്കുകയാണ്. ഉറങ്ങിക്കൊണ്ടിരുന്ന ശ്രീ ആൻറ്റി ആണെങ്കിൽ മുകളിലേക്ക് ഉയർന്നു പോവാണ്. മൂത്ത ആൻറ്റി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിരിക്കുന്നതായിട്ടും കാണിക്കുകയാണ്. ബുക്ക് വായിച്ചുകൊണ്ടിരുന്ന ആൻറ്റിയുടെ അടുത്തുള്ള ഗോസ്റ്റ് അവരുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കുകയാണ്. മുകളിലേക്ക് ഉയർന്നു പോയ ശ്രീ ആൻറ്റിയെ ഒരു ഗോസ്റ്റ് വന്ന് കെട്ടിപ്പിടിക്കുന്നതായിട്ടും കാണിക്കുകയാണ്. ഇവർ രണ്ടുപേരും ബഹളം വെക്കുന്ന സൗണ്ട് മൂത്ത ആൻറ്റി കേൾക്കുകയാണ്. അവരങ്ങോട്ട് ഓടി വന്ന് നോക്കുകയാണ്. കണ്ണാടിയിലുള്ള അവരുടെ പ്രതിബിംബം അവിടെ തന്നെ ഇരിക്കുന്നതായിട്ടും കാണിക്കുകയാണ്. അവർ പുറത്തേക്ക് വന്നിട്ട് അനിയത്തിയെ ആശ്വസിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ റൂമിലുള്ള ശ്രീ ആൻറ്റിയെ അവരുടെ ഹസ്ബൻഡും സമാധാനപ്പെടുത്തുകയാണ്.
അടുത്തതായിട്ട് ശ്രീ ആൻറ്റി ഹീറോയിൻ്റെ വീട്ടിലേക്ക് വരികയാണ്. കട്ടിലിൻ്റെ അടിയിൽ വെച്ച പൂവ് എടുക്കാനായിട്ട് ആരും അറിയാതെയാണ് അവരകത്തേക്ക് കടന്നിരിക്കുന്നത്. പൂവ് നോക്കുമ്പോൾ അത് മുഴുവനായിട്ടും കരിഞ്ഞു പോയിരിക്കുകയാണ്. അപ്പോൾ തന്നെ അവൾ ശരിക്കും ഗോസ്റ്റ് ആണെന്ന് അവർ ഉറപ്പിക്കുകയാണ്. പെട്ടെന്ന് ഡോർ ഓപ്പൺ ചെയ്യുന്ന സൗണ്ട് കേട്ടിട്ട് ശ്രീ ആൻറ്റി പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. വന്നത് ഹീറോയിൻ്റെ അച്ഛനായിരുന്നു. നീ എന്താ ഇവിടെ ചെയ്യണേന്ന് അച്ഛൻ ചോദിക്കുകയാണ്. അവരെ ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. ഹീറോയിൻ അങ്ങോട്ട് ആ പൂ വെച്ച പാത്രവുമായി വന്നിട്ട് ഇതല്ലേ നിങ്ങൾ അന്വേഷിക്കണേന്ന് പറഞ്ഞിട്ട് ശ്രീ ആൻറ്റിക്ക് നേരെ അത് നീട്ടുകയാണ്. ആ പാത്രത്തിൽ കാണിക്കുമ്പോൾ എല്ലാ പൂക്കളും ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇത് കണ്ടിട്ട് ശ്രീ ആൻറ്റിയും ഒന്ന് ഷോക്കാവാണ്. ഒന്നും മനസ്സിലാവാതെ അവരവിടെ നിന്ന് പോവാൻ ഒരുങ്ങുകയാണ്. ഹീറോയിൻ്റെ അച്ഛൻ അവരെ ഒരുപാട് വിളിക്കുന്നുണ്ടെങ്കിലും അവർ നിൽക്കാതെ അവിടെ നിന്ന് പോവാണ്. നിന്നെ കാണാനായിട്ട് ഇന്ന് ഡോക്ടർ വരും, വാ നമുക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനെ വിളിച്ചുകൊണ്ട് അച്ഛനകത്തേക്ക് പോവാണ്. ശ്രീ ആൻറ്റിയെ കാണിക്കുമ്പോൾ അവരൊന്നും മനസ്സിലാവാതെ തന്നെ റോഡിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. പെട്ടെന്ന് ഒരു ബൈക്കുകാരൻ അടുത്തുകൂടെ പോകുമ്പോൾ അവർ പേടിച്ചിട്ട് കയ്യിലുള്ള പാത്രം നിലത്തേക്ക് വീഴുകയാണ്. നിലത്ത് വീണ ആ പാത്രത്തിലേക്ക് നോക്കുമ്പോൾ അതിലുള്ള പൂക്കൾ മുഴുവനായിട്ടും വാടി പോയിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. അടുത്തതായിട്ട് ഹീറോയിൻ്റെ അച്ഛൻ ഹീറോയിന് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നതായിട്ട് കാണിക്കുകയാണ്. ഈ സമയത്ത് ഹീറോയിൻ്റെ മൂക്കിൽ നിന്ന് ബ്ലഡ് വരുന്നതായിട്ടും കാണുകയാണ്. എന്ത് പറ്റി മോളെ എന്ന് ചോദിക്കുകയാണ്. അച്ഛനും വല്ലാതെ ഭയപ്പെടുകയാണ്. ഹീറോയിൻ ആ ബ്ലഡ് തുടയ്ക്കുകയാണ്. തുടയ്ക്കുന്ന സമയത്ത് അവൾക്കതിൽ നിന്ന് പൂ പോലെ എന്തോ കിട്ടുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷേ ഹീറോയിൻ ഇത് അച്ഛനെ കാണിക്കണമില്ല. ഇതേ സമയം അച്ഛൻ പറഞ്ഞ ഡോക്ടർ വരികയാണ്. ഡോക്ടർ വന്നിട്ട് ഹീറോയിനെ ചെക്ക് ചെയ്യാണ്. ഡോക്ടർ പൾസ് നോക്കുകയാണ്. പൾസ് നോക്കുമ്പോൾ അത് അറിയാനായിട്ട് കഴിയണില്ല. എന്നാൽ ശരി ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യാന്ന് പറഞ്ഞിട്ട് അത് നോക്കുമ്പോൾ അതും അയാളെ അറിയാനായിട്ട് കഴിയണില്ല. സ്റ്റെതസ്കോപ്പിന് എന്തെങ്കിലും തകരാറ് പറ്റിയതായിരിക്കും എന്ന് വിചാരിച്ചിട്ടും ഡോക്ടർ അതൊക്കെ തട്ടി നോക്കുകയാണ്. പക്ഷേ അതിനൊരു കുഴപ്പവും കാണാനായിട്ട് കഴിയണില്ല. എന്തോ ഒരു ചെറിയ പന്തികേട് ആൾക്കും തോന്നുകയാണ്. ശരി എന്നാൽ വാ തുറക്കാൻ പറഞ്ഞിട്ട് അവളുടെ വായിലേക്ക് ടോർച്ചടിച്ച് നോക്കുകയാണ്. ഈ സമയത്ത് അയാൾ ഞെട്ടിപ്പോവാണ്. വായിൽ മുഴുവനും പുഴുക്കളെ കാണുകയാണ്. ഇത് കണ്ടിട്ട് ഡോക്ടറും ഭയപ്പെടുകയാണ്. ഹീറോയിൻ്റെ അച്ഛൻ ഡോക്ടറോട് എന്തു പറ്റിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അവൾക്ക് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല, എനിക്കൊന്ന് ബാത്റൂമിൽ പോകണമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവാണ്. ആള് പോയി കഴിയുമ്പോൾ ഹീറോയിനും വല്ലാത്ത രീതിയിൽ ചിരിക്കുന്നതായിട്ട് കാണിക്കുകയാണ്. പുറത്ത് ആൻറ്റിമാർ രണ്ടുപേരും വന്നിരിക്കുകയാണ്. ഹീറോയിൻ്റെ അച്ഛനോട് എന്തോ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അയാളെ പുറത്തേക്ക് വിളിക്കുകയാണ്. ഇതേ സമയം ബാത്റൂമിൽ പോയ ഡോക്ടറെ കാണിക്കുകയാണ്. അയാൾ അവിടെ സമാധാനിച്ച് നിൽക്കുന്ന ടൈമിൽ തന്നെ ഹീറോയിൻ അവിടെ നിൽക്കുന്നതായിട്ട് കണ്ടിട്ട് അയാൾ പേടിച്ച് അകത്തേക്ക് വേഗം പോവാണ്. അയാൾ പേടിച്ച് പോകുന്നത് ഹീറോയിൻ്റെ അനിയത്തി കാണുകയാണ്. ഇയാളിത് എന്ത് കണ്ടാ പേടിച്ചെന്ന് അറിയാനായിട്ട് അവൾ അങ്ങോട്ട് പോകുന്നതായിട്ടും കാണിക്കുകയാണ്. അകത്ത് ഡോക്ടർ വന്ന് നോക്കുമ്പോൾ അയാൾ ഷോക്കായി പോവാണ്. ഹീറോയിൻ ഇപ്പോൾ ഹോളിൽ തന്നെ ഇരിക്കുന്നതായിട്ട് അയാൾ കാണുകയാണ്. എൻ്റെ മകൾക്ക് എങ്ങനെയുണ്ടെന്ന് അമ്മ ചോദിക്കുമ്പോൾ അവൾക്കിപ്പോൾ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പേടിച്ചു പോകുന്നതായിട്ടും കാണിക്കുകയാണ്. ഹീറോയിൻ്റെ അമ്മ വന്നിട്ട് നിങ്ങൾ എന്തിനാ അവിടെ തന്നെ നിൽക്കണേ, അകത്തേക്ക് വരാനായിട്ട് പറഞ്ഞ് ആൻറ്റിമാരെ വിളിക്കുകയാണ്. നിനക്ക് ഒന്നും മനസ്സിലായിട്ടില്ല, ഹീറോയിൻ്റെ ശരീരത്തിൽ ഒരു ഗോസ്റ്റ് ഉണ്ട്. പിന്നെ വാടിപ്പോയ പൂക്കളെല്ലാം കാണിച്ചുകൊണ്ട് പറയാണ് ഇത് ഞാൻ ഹീറോയിൻ്റെ റൂമിൽ കൊണ്ട് വെച്ചതാണ്. ഇപ്പം നോക്ക് ഈ പൂക്കൾ മുഴുവനും വാടിപ്പോയിരിക്കുകയാണെന്ന് ആൻറ്റി പറയാണ്. ഇന്നലെ രാത്രി ആ ഗോസ്റ്റ് എന്നെയും ശ്രീയെയും ഉപദ്രവിച്ചു എന്നൊക്കെ അവർ പറയാണ്. ഈ പൂവ് എന്തിനാ എൻ്റെ വീട്ടിൽ കൊണ്ടുവച്ചതെന്ന് ഹീറോയിൻ്റെ അമ്മ ചോദിക്കുമ്പോൾ ഇപ്പോൾ നീ സത്യാവസ്ഥ എന്താണെന്ന് ഇതുവരെയും മനസ്സിലാക്കിയിട്ടില്ല, നിനക്കെല്ലാം വഴിയെ മനസ്സിലാവുമെന്ന് പറഞ്ഞിട്ട് ആൻറ്റിമാർ അവിടെ നിന്ന് പോവാണ്. ആൻറ്റിമാർ രണ്ടുപേരും വീട്ടിലേക്ക് വരികയാണ്. ശ്രീ ആൻറ്റി വന്നിട്ട് എന്തു പറ്റിയെന്ന് ചോദിക്കുകയാണ്. ശ്രീ ആൻറ്റിയുടെ ഹസ്ബൻഡ് പറയാണ് ആദ്യം നിങ്ങൾ ഡോക്ടർ എന്താ പറഞ്ഞതെന്ന് പറ, അത് കഴിഞ്ഞിട്ട് മതി ബാക്കി കാര്യം എന്ന് പറയാണ്. ഞാൻ ഈ സയൻസിലാണ് വിശ്വസിക്കുന്നത്, നിങ്ങളുടെ ഈ ആചാരങ്ങളിലൊന്നും എനിക്ക് വിശ്വാസമില്ല എന്ന് പറയാണ്. ഇത് കേട്ടതും മൂന്നാമത്തെ ആൻറ്റി അകത്തേക്ക് പോയിട്ട് ഒരു ഫോട്ടോ എടുത്തുകൊണ്ട് വന്ന് കാണിക്കുകയാണ്. ബാക്കസിന് എന്താ നടന്നതെന്ന് നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഡോക്ടർ സയൻസ് എന്നൊക്കെ പറഞ്ഞ് നടന്ന കാരണമാണ് ബാക്കസ് മരിച്ചു പോയതെന്ന് പറയാണ്. ഇത് കേട്ടതും ശ്രീ ആൻറ്റി വല്ലാതെ ദേഷ്യപ്പെടുകയാണ്. ശ്രീ ആൻറ്റിയുടെ മകനായിരുന്നു ബാക്കസ്. ഇങ്ങനെ എന്തോ ഒരു കാരണം കൊണ്ടാണ് അവനും മരിച്ചു പോയിരിക്കണേന്ന് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അടുത്ത സീനിൽ ഹീറോയിൻ്റെ അച്ഛൻ്റെ കൂടെ അവളും മാർക്കറ്റിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുകയാണ്. മാർക്കറ്റിലുള്ള സ്ത്രീകളെല്ലാം അവള് മനുഷ്യനാണോ അല്ലെങ്കിൽ ഗോസ്റ്റ് ആണോ എന്ന സംശയത്തിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കണ്ണിൽ ഹീറോയിൻ അച്ഛൻ്റെ കടയുടെ അടുത്ത് നിൽക്കുന്നത് പോലെയും പെട്ടെന്ന് വേറൊരു സ്ഥലത്ത് നിൽക്കുന്നത് പോലെയും തോന്നുകയാണ്. പെട്ടെന്ന് തന്നെ അവരെ തുറിച്ചു നോക്കി നിൽക്കുന്നതായിട്ടും അവർ കാണുകയാണ്. എന്താ ഇങ്ങനെയൊന്നും അറിയാതെ എല്ലാവരും ഭയന്ന് നിൽക്കുകയാണ്. ഹീറോയിൻ അവളുടെ അച്ഛൻ്റെ കടയിലെ നിലത്ത് വീണെടുക്കുന്ന മീൻ കഷ്ണങ്ങളെ എടുത്ത് തിന്നണതായിട്ടും കാണിക്കുകയാണ്. വീട്ടിൽ കാണിക്കുമ്പോൾ അമ്മ ഓല ഉപയോഗിച്ചിട്ട് പെട്ടി പോലെ എന്തോ ഉണ്ടാക്കിയിട്ട് അതിൽ അരിയൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും അസുഖം മാറി തിരിച്ചു വരികയാണെങ്കിൽ ഇതുപോലെ ഓലപ്പെട്ടി ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് ആൻറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് അമ്മ പറയാണ്. ഇത് നീ കൊണ്ടുപോയിട്ട് നിന്റെ ആൻറ്റിമാർക്ക് കൊടുക്കാനായിട്ടും പറയാണ്. അവൾക്കും ആ ഓലപ്പെട്ടി എങ്ങനെയാണ് ഉണ്ടാക്കണേന്നൊക്കെ അമ്മ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് ലൈബ്രറിയിൽ ജാനുവിനെ കാണിക്കുകയാണ്. അവൻ എന്തെല്ലാമോ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുന്ന പോലെ ബുക്കുകളെല്ലാം മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഹീറോയിൻ്റെ അനിയത്തി വന്നിട്ട് ജാനു നിന്റെ പ്രോബ്ലം എന്താ, ചേച്ചി തിരിച്ചു വന്നിട്ടും നീ അവളെ കാണാനേ വന്നില്ല, പിന്നെ എന്നെയും നീ അവോയ്ഡ് ചെയ്യാണ്, ഇതിനെല്ലാം എന്താ കാരണം എന്ന് ചോദിക്കുകയാണ്. നിന്റെ ചേച്ചി എപ്പോഴും എന്നെ വന്ന് പേടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ ജാനു പോകുന്ന എല്ലാ സ്ഥലത്തേക്കും അവനെ ഫോളോ ചെയ്തു പോകുന്നതായിട്ടും
അവനെ ഭയപ്പെടുത്തുന്നതായിട്ടും ഇവിടെ കാണിക്കുകയാണ്. ജാനുവും ഹീറോയിനും കൂടി കാട്ടിലേക്ക് പോയ ആ സീൻ കാണിക്കുകയാണ്. അന്ന് നല്ല മഴയുണ്ടായിരുന്നു. ജാനു ഫ്രണ്ടിലും ഹീറോയിൻ അവന് പുറകിലൂടെയുമാണ് വന്നിരുന്നത്. അവിടെ വെച്ച് ഹീറോയിന് വഴിതെറ്റി പോവാണ്. ജാനു എല്ലാ സ്ഥലത്തും അന്വേഷിക്കുന്നുണ്ടെങ്കിലും അവളെ കണ്ടെത്താനേ കഴിയുന്നുണ്ടായിരുന്നില്ല. നിന്റെ വീട്ടിൽ ഇപ്പോൾ ഉള്ളത് സത്യത്തിൽ നിന്റെ ചേച്ചിയല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ബുക്ക് എടുത്തിട്ട് അനിയത്തിക്ക് ജാനു കാണിച്ചു കൊടുക്കുകയാണ്. കാടിനുള്ളിൽ പോയവരെ തിരിച്ചു വരാനായിട്ട് 10% മാത്രമേ ചാൻസ് ഉള്ളൂ. അതും ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരാനായിട്ട് ഒരു ചാൻസും ഇല്ല. എന്നാലും അതും കടന്നിട്ട് അവൾ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ അവൾ തീർച്ചയായും ശുദ്ധീകരിക്കപ്പെടണം എന്ന് ജാനു പറയാണ്. ജാനു ആ പ്രിംബോൺ ബുക്കാണ് ഇത്രയും നാളും വായിച്ചുകൊണ്ടിരുന്നത്. അതും നോക്കിയിട്ടാണ് അവൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞതും. അതിനെക്കുറിച്ച് ഹീറോയിൻ്റെ അനിയത്തിക്കും പറഞ്ഞു കൊടുക്കുകയാണ്. ഇതെല്ലാം അറിഞ്ഞ അനിയത്തിയും വല്ലാതെ വിഷമത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുകയാണ്. അടുത്തതായിട്ട് ആൻറ്റിമാരുടെ വീട്ടിൽ കാണിക്കുമ്പോൾ ശ്രീ ആൻറ്റി അവരെ മകൻ മരിച്ചുപോയ കാര്യത്തെ ഓർത്ത് വിഷമിച്ചിരിക്കുന്നതും ഹസ്ബൻഡ് അവരെ ആശ്വസിപ്പിക്കുന്നതായിട്ടും കാണിക്കുകയാണ്. മൂത്ത ആൻറ്റി പേടിച്ച് വീട്ടിലേക്ക് വന്നിട്ട് വാതിലുകളെല്ലാം തന്നെ ക്ലോസ് ചെയ്യാണ്. എന്തു പറ്റിയെന്ന് എല്ലാവരും ചോദിക്കുമ്പോൾ ഗോസ്റ്റ് നമ്മുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഹീറോയിന് ശുദ്ധീകരണ ചടങ്ങ് നടത്തണമെന്നും പറയാണ്. ഇതേ സമയത്ത് അവിടെ ഡോറ് തട്ടുന്ന സൗണ്ട് കേൾക്കുകയാണ്. എല്ലാവരും ഷോക്ക് ആവാണ്. ശ്രീയാനിയുടെ ഹസ്ബൻഡ് പോയിട്ട് ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ ഹീറോയിൻ അവളുടെ അമ്മ കൊടുത്തുവിട്ട ആ റൈസൊക്കെ നിറച്ച ഓലപ്പെട്ടിയുമായിട്ട് വന്നിരിക്കുകയായിരുന്നു. അത് ആൻറ്റിമാർക്ക് നേരെ നീട്ടുമ്പോൾ അവർ പേടിച്ചിട്ട് അത് വാങ്ങാതെ തന്നെ നിൽക്കുകയാണ്. ശ്രീയാനിയുടെ ഹസ്ബൻഡ് അത് വാങ്ങിയിട്ട് നിനക്ക് ശുദ്ധീകരണ ചടങ്ങ് നടത്താനായിട്ട് പോവാണ്, നിനക്കതിന് സമ്മതമാണോ എന്ന് ചോദിക്കുകയാണ്. അവള് അയാളെ തുറച്ചു നോക്കണതായിട്ട് കാണിക്കുകയാണ്. പ്രിംബോൺ ബുക്ക് പ്രകാരം ശുദ്ധീകരണ ചടങ്ങ് നടത്തിയ ആ വ്യക്തി വീണ്ടും ശുദ്ധീകരിക്കപ്പെടും എന്നല്ലേ? നിങ്ങൾ അത് എനിക്ക് നടത്തിക്കൊള്ളാനായിട്ട് ഹീറോയിൻ പറയാണ്. പിന്നെ നിങ്ങളെന്താ എൻ്റെ അമ്മ പറയണതൊന്നും വിശ്വസിക്കാത്തതെന്നും ചോദിക്കുകയാണ്. അതും പറഞ്ഞിട്ട് ഹീറോയിൻ അവിടെ നിന്ന് പോവാണ്. ഹീറോയിൻ്റെ അമ്മയെ നമുക്ക് എങ്ങനെയെങ്കിലും ഇതിനെ സമ്മതിപ്പിക്കണമെന്ന് മൂത്ത ആൻറ്റി എല്ലാവരോടും കൂടി പറയാണ്. അടുത്ത സീനിൽ ഹീറോയിൻ്റെ വീട്ടിലാണ് കാണിക്കണത്. ആൻറ്റിമാരെല്ലാവരും വീട്ടിലേക്ക് വന്നിട്ട് ഹീറോയിൻ്റെ ശുദ്ധീകരണ ചടങ്ങ് നടത്തുന്നതിനെ പറ്റി അമ്മയോട് പറയാണ്. അമ്മയും അതൊന്നും കേൾക്കാതെ തന്നെ നിൽക്കുകയാണ്. മൂത്ത ആൻറ്റി ദേഷ്യത്തിന് പറയാണ്, നീ ജനിച്ചത് തന്നെ ഒരു ശപിക്കപ്പെട്ട ദിവസമാണ്. ആ ശാപം കൊണ്ടാണ് നീ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു കയറിയത്. അച്ഛനും അങ്ങോട്ട് വന്നിട്ട് ആൻറ്റിമാരെ തടയാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാലും അവർ പിന്നെയും അമ്മയോട് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നീ ഞങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയപ്പോൾ തന്നെ ഞങ്ങളുടെ അമ്മ മരിച്ചുപോയി, ഇപ്പോൾ ഇതാ നിന്റെ മകളും മരിച്ചു പോയിരിക്കുന്നു എന്ന് പറയാണ്. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ഹീറോയിൻ്റെ അനിയത്തി വീട്ടിലേക്ക് വരുന്നത്. അവൾ റൂമിലേക്ക് വരുമ്പോൾ ഹീറോയിൻ റൂമിൽ തന്നെ ഇരിക്കുന്നുണ്ടായിരുന്നു. നിനക്കും ഞാൻ വീട്ടിലേക്ക് തിരിച്ചു വന്നത് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ അനിയത്തിയും വിഷമത്തോടെ അവളെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ്. പുറത്ത് ആൻറ്റിമാരെല്ലാവരും ഹീറോയിൻ്റെ അമ്മയോട് പിന്നെയും ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലാത്ത കാരണമാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ഫീലിങ്സ് ഒന്നും നിങ്ങൾക്ക് അറിയില്ല എന്ന് ആൻറ്റിമാരെ കളിയാക്കുന്ന രീതിയിൽ ഹീറോയിൻ്റെ അമ്മ പറയുമ്പോൾ ദേഷ്യം വന്ന മൂന്നാമത്തെ ആൻറ്റി ഹീറോയിൻ്റെ അമ്മയുടെ മുഖത്തായിട്ട് അടിക്കുകയാണ്. ഞാനാണ് എല്ലാത്തിനും കാരണം, ഞാനാണ് തെറ്റ് ചെയ്തത്, ഇവരെ കല്യാണം കഴിച്ചതും നിങ്ങളുടെ കുടുംബത്തിലേക്ക് വന്നു കയറിയതും ഒക്കെ എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് സ്വയം ഹീറോയിൻ്റെ അമ്മ മുഖത്ത് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും അമ്മയെ സമാധാനപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. ഇനി എന്തു തന്നെ നടന്നാലും നാളെ ശുദ്ധീകരണ ചടങ്ങ് എന്തായാലും നടത്തുമെന്ന് പറഞ്ഞിട്ട് ആൻറ്റിമാരും അവിടെ നിന്ന് പോവാണ്. റൂമിൽ ഹീറോയിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന അനിയത്തിയെ കാണിക്കുകയാണ്. അവൾ പതിയെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഹീറോയിൻ്റെ ഫേസ് ഗോസ്റ്റിനെ പോലെയുള്ളതായിട്ട് കാണുകയാണ്. ഇത് കണ്ടിട്ട് അവൾക്ക് പേടിയുണ്ടെങ്കിലും അവൾ വിഷമത്തോടു കൂടി ഹീറോയിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിൻ്റെ അച്ഛൻ പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവരുടെ വീടിൻ്റെ മുൻപിലായിട്ട് ഒരു കുരുവി എന്നിട്ട് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നല്ലോ. ആ കുരുവി നിലത്ത് ചത്തി കിടക്കുന്നതായിട്ട് കാണുകയാണ്. ഇത് കണ്ടിട്ട് അയാളും വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അടുത്തായിട്ട് ആൻറ്റിമാരുടെ വീട്ടിൽ കാണിക്കുകയാണ്. മൂത്ത ആൻറ്റി കണ്ണാടിയിൽ നോക്കിയിരിക്കുമ്പോൾ ഹീറോയിൻ അവിടേക്ക് വരികയാണ്. കണ്ണാടിയിൽ ഹീറോയിൻ്റെ മുഖം ഗോസ്റ്റിനെ പോലെ തന്നെയാണുള്ളത്. നിങ്ങൾക്ക് എന്നെ കണ്ട് പേടിയാവണില്ലേന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ആൻറ്റിയും ഇത്തവണ പേടിക്കാതെ തന്നെ അവളെ നോക്കി നിൽക്കുകയാണ്. ആൻറ്റിക്ക് ഹീറോയിനോട് സ്നേഹത്തിനൊട്ടും കുറവൊന്നുമില്ല. പക്ഷേ അവൾ സത്യത്തിൽ ഇപ്പോൾ ജീവനോടെ ഇല്ല എന്ന കാര്യം എല്ലാവരെയും ബോധ്യപ്പെടുത്താനാണ് അവരിങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്ത ദിവസം ശുദ്ധീകരണ ചടങ്ങ് നടത്താനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഹീറോയിൻ്റെ അനിയത്തിയും ജാനുവും കാട്ടിലേക്ക് പോകുന്നതായിട്ട് കാണിക്കുകയാണ്. ശ്രീയാനിയുടെ ഹസ്ബൻഡ് അവരെ തടയുന്നുണ്ട്. എവിടേക്കാണ് പോകുന്നതെന്ന് ചോദിക്കുമ്പോൾ ഈ ശുദ്ധീകരണ ചടങ്ങ് നടക്കുമ്പോൾ മരിച്ചുപോയ ആളുകളുടെ ബോഡി തിരിച്ചു കിട്ടുമെന്നാണ് പറയണത്. അതാണ് ഞങ്ങളെ കാട്ടിലേക്ക് പോകുന്നത്. അതൊരു വിശ്വാസം മാത്രമാണെന്ന് പറഞ്ഞിട്ട് അങ്കിൾ അവരെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും കേൾക്കാതെ ഞങ്ങൾക്ക് ഒരാപത്തുമില്ലാതെ ഞങ്ങൾ തിരിച്ചു വരുമെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കാട്ടിലേക്ക് പുറപ്പെടുകയാണ്. ഹീറോയിനെ അവിടെയുള്ള നാട്ടുകാർ കൂടിയിരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുചെന്ന് ഇരുത്തിയിട്ട് ഒരു മന്ത്രവാദി മന്ത്രങ്ങളെല്ലാം ചൊല്ലുന്നതായിട്ട് കാണിക്കുകയാണ്. ഹീറോയിൻ വ്യത്യസ്തമായ രീതിയിൽ പെരുമാറുകയാണ്. അവള് ഒരു സ്വപ്നത്തിലുള്ളതുപോലെ കാണിക്കുകയാണ്. ഹീറോയിൻ ഒരു റൂമിനുള്ളിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കുറേയധികം ഗോസ്റ്റിനെ കാണിക്കുകയാണ്.
അതെല്ലാം ഹീറോയിനെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹീറോയിനും അത് കണ്ടിട്ട് അലറിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ റിയാലിറ്റി കാണിക്കുമ്പോൾ ഹീറോയിൻ അതേപോലെ തന്നെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവളുടെ മുഖത്തും മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടിട്ട് അച്ഛനും അമ്മയും ഷോക്കായി തന്നെ ഇരിക്കുകയാണ്. അവിടെ കൂടിയിരിക്കുന്ന നാട്ടുകാരെയൊക്കെ കാണുമ്പോൾ അവരെല്ലാവരും ഗോസ്റ്റിനെ പോലെയാണ് ഹീറോയിന് കാണാൻ കഴിയണത്. അവളത് കണ്ടിട്ട് അലറിക്കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അച്ഛനും അമ്മയും വന്നിട്ട് അവളെ സമാധാനപ്പെടുത്താനായിട്ടും ശ്രമിക്കുകയാണ്. അടുത്തതായിട്ട് കാട്ടിൽ പോയ ജാനുവിനെയും അനുജത്തിയെയും ആണ് കാണിക്കണത്. അവർ ഹീറോയിൻ്റെ ബോഡി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ രണ്ടുപേരും വഴി തെറ്റി പോവാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോയിനെ കാണിക്കുമ്പോൾ അവൾ അലറിക്കരഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവളുടെ ഫേസ് മുഴുവനായിട്ടും ഗോസ്റ്റിനെ പോലെ തന്നെ ആയി മാറുകയാണ്. ചടങ്ങുകൾ നടന്നുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഹീറോയിൻ ഈ സമയത്ത് മയങ്ങി വീഴുന്നതായിട്ടും കാണിക്കുകയാണ്. അടുത്തതായിട്ട് കാട്ടിലാണ് കാണിക്കുന്നത്. അനിയത്തിയുടെ മുൻപിലേക്ക് ഹീറോയിൻ വന്ന് നിൽക്കുകയാണ്. അവളും ഷോക്കാവാണ്. ഹീറോയിൻ വന്ന് അനിയത്തിയെ കെട്ടിപ്പിടിക്കുകയാണ്. അവളും ചെറിയ പേടിയോടും സങ്കടത്തോടും കൂടി ചേച്ചിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ ടൈമിൽ തന്നെ ജാനു അങ്ങോട്ട് എത്തുകയാണ്. അപ്പോഴാണ് കാണിക്കുന്നത് അനിയത്തി കെട്ടിപ്പിടിച്ചിരുന്നത് ഹീറോയിനെ ആയിരുന്നില്ല, അവളുടെ ബോഡി ആയിരുന്നു. ശുദ്ധീകരണ ചടങ്ങ് നടക്കുമ്പോൾ ബോഡി കിട്ടുമെന്നാണ് അവരുടെ വിശ്വാസം. അവിടുത്തെ ചടങ്ങുകൾ കഴിഞ്ഞ അതേ ടൈമിൽ തന്നെ ഹീറോയിൻ്റെ ബോഡിയും അവർ കണ്ടെത്തുകയാണ്. അനിയത്തിയും ജാനുവും ചേർന്നിട്ട് ഹീറോയിൻ്റെ ബോഡിയും എടുത്തുകൊണ്ട് അവിടേക്ക് വരുന്നതായിട്ട് കാണിക്കുകയാണ്. തൻ്റെ മകള് മരിച്ചുപോയി എന്നറിഞ്ഞ അമ്മ വല്ലാതെ സങ്കടപ്പെട്ട് നിലത്ത് വീണ് കരയുന്നതായിട്ട് കാണിക്കുകയാണ്. അച്ഛനും വല്ലാതെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. അവളുടെ ആൻറ്റിമാരും എല്ലാവരും സങ്കടം സഹിക്കാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ടും കാണിക്കുകയാണ്. അവസാനമായിട്ട് ഹീറോയിൻ കാട്ടിൽ പോയപ്പോൾ എടുത്ത ആ വീഡിയോയാണ് കാണിക്കുന്നത്. അമ്മ, ഇന്ന് ഞാൻ അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് എടുക്കാനാണ് കാട്ടിൽ വന്നത്. പക്ഷേ ഇവിടെ ഭയങ്കര മഴയാണ്. ഈ ലോകത്ത് അമ്മയാണ് ഏറ്റവും സ്ട്രോങ് ആയ പേഴ്സൺ. നിങ്ങൾ ശപിക്കപ്പെട്ട ദിവസം ജനിച്ചു എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അമ്മ അത് വിശ്വസിക്കരുത്. അമ്മയ്ക്ക് ഞാനുണ്ട്, എനിക്ക് അമ്മയുണ്ട്. ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്ന് അവൾ പറയാണ്. ഈ വീഡിയോ എപ്പോഴും അമ്മയുടെ കൂടെ തന്നെ വെക്കണം. ഈ വീഡിയോ കൂടെയുള്ളതും ഞാൻ അമ്മയുടെ കൂടെയുള്ളതും ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ട് ആ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. ഒരമ്മയ്ക്ക് മകളോടുള്ള സ്നേഹം മരിച്ചുപോയ മകളെ തന്നെ തിരിച്ചു കൊണ്ടുവരുന്നതായിട്ടാണ് ഈ മൂവിയിൽ കാണിച്ചിരിക്കുന്നത്. ഹൊററും അതോടൊപ്പം തന്നെ കുറച്ചധികം സെൻറ്റിമെൻറ്റ്സും കൂടി കലർന്ന ഒരു മൂവിയായിരുന്നു ഇത്. എല്ലാവർക്കും ഈ മൂവി ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അടുത്ത നല്ലൊരു മൂവിയായിട്ട് പിന്നീട് കാണാം.